മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ നശിക്കുന്ന ഒത്തിരി കുട്ടികളും യൗവനക്കാരും ഉള്ള കേരളത്തിൽ പോസിറ്റീവായ സമ്മർദ്ദത്തെക്കുറിച്ചും ചിലത് പറയാനുണ്ട്. വിശുദ്ധ ബൈബിളിലെ യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നമുക്കൊന്നെടുക്കാം. യാക്കോബ് 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളിലൊരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും, ഞാനത് ഇങ്ങനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. സഹോദരന്മാരെ, നിങ്ങളിലൊരുവൻ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു എന്ന് കേട്ടാൽ, അവൻ വല്ലാതെ ഡ്രഗ് അഡിക്റ്റായി എന്ന് കേട്ടാൽ, അവൻ ഈ ഓണത്തിന് കുടിച്ച് വഴിയിൽ വീണു എന്ന് കേട്ടാൽ, അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും പാപിയെ നേർവഴിക്കാക്കുന്നവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. തിരിച്ചു വരുത്തുന്ന സമ്മർദ്ദം. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലെങ്കിൽ ധ്യാനിച്ചത് മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ വഴിതെറ്റുന്നവർ. എന്നാൽ ഇന്നത്തെ ചിന്ത മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ വഴി നേരെയാക്കുന്നവർ. ഞങ്ങളൊക്കെ അതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ജോലി അതാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ പോയി ഇരുന്ന് പറയാനൊക്കത്തില്ല. ഒരു ലഘുലേഖ പോലും കൊടുക്കാൻ മേലെന്നുള്ള നിയമം കൊണ്ടുവന്നല്ലോ മിക്കവാറും സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് ഞങ്ങൾ മൊബൈലിൽ കൂടെയും പിന്നെ പൗരുഷനിലെ അവസരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുക, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, കയ്പിൽ നിന്ന് മധുരത്തിലേക്ക്, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുക, അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ. ആര് തിരിച്ചു വരുത്തി? കൂട്ടുകാരൻ. ഒരു ചോദ്യം, നിങ്ങൾ ആരെങ്കിലും തിരിച്ചു വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? തിരിച്ചു വരുത്താൻ ആഗ്രഹമുണ്ടോ? തിരിച്ചു വരുത്തണ്ടേ? നമുക്ക് കേരളത്തെ തിരിച്ചു പിടിക്കണ്ടേ? നമുക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കണ്ടേ? മനുഷ്യത്വത്തിലേക്ക്. മനുഷ്യൻ എന്തുവാ? മനുഷ്യന് കൊമ്പില്ലല്ലോ, കോമ്പല്ലില്ലല്ലോ, നഖമില്ലല്ലോ. കത്തിയും കടാരിയും ബോംബൊക്കെ ഇവൻ ഉണ്ടാക്കിയതല്ലേ. മനുഷ്യൻ്റെ കൈ എന്ത് സോഫ്റ്റാണ്. ഇത് തല്ലാനുള്ളതല്ല, ഇത് തലോടാനുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും പൂച്ചയ്ക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടോ? നായ്ക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഉമ്മ കൊടുക്കാൻ പറ്റിയ മുഖമല്ല. പക്ഷെ മനുഷ്യൻ്റെ മുഖം എന്ത് സോഫ്റ്റാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം വേണം. മനുഷ്യന് മാത്രമേ ചിരിക്കാൻ അറിയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൃഗം ചിരിക്കുന്നുണ്ട്? അപ്പോൾ മനുഷ്യനിൽ ഒരു മനുഷ്യത്വമുണ്ട്. ആ മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാ ഇന്നത്തെ വിഷയം. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ. തിരിച്ചു വരുത്തണം. മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ നാശത്തിലേക്ക് പോയവരെ നമുക്ക് തിരിച്ചു പിടിക്കാം. 2025 തീരുന്നതിന് മുമ്പ് തിരിച്ചു പിടിക്കുന്ന ഒരു സീസണായിട്ട് വരട്ടെ. ആര്, എത്ര പേര് ഇന്ന് അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കും? ഡ്രഗ് അഡിക്ട്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ എനിക്കറിയാം. ഞാൻ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഡ്രഗ് അഡിക്ട്സ് എന്ന് പറഞ്ഞാൽ ഭീകരമായ അടിമത്തത്തിൽ കിടക്കുന്നവരെ കൊണ്ടുവന്ന് ആഴ്ചകളോളം താമസിച്ച് ഭക്ഷണം കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹിതരെനിക്കുണ്ട്. ഒരു വലിയ ശുശ്രൂഷയാണ്. നമുക്ക് അവരൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സമർപ്പിച്ചാട്ടെ.
നിങ്ങൾക്ക് അങ്ങനെ വല്ലവരും വല്ലാതെ അഡിക്റ്റായി കിടക്കുന്നവരെ ഒന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പൗരുഷനിലോട്ടൊരു കത്തയക്ക്. എന്നിട്ട് അതിൻ്റെ പുറത്ത്, കവറിൻ്റെ പുറത്തൊരു എമർജൻസി അറ്റൻഷൻ പ്ലീസ് എന്നൊക്കെ ഒന്ന് എഴുതി പൗരുഷനിലേക്ക് അയക്കി ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.